ഏപ്രിൽ മാസം 9-ാം തീയതി കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന കാര്യമാണ്. അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭ ഇങ്ങനൊരു പ്രസ് മീറ്റിംഗ് സംഘടിപ്പിക്കാനിടയായ സാഹചര്യം സഭയുടെ സംസ്ഥാന സമിതി ഈ കഴിഞ്ഞ ദിവസം ചേരുകയും കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് തങ്ങളുടെ ഒരു അവകാശ പത്രിക ജനസമക്ഷം അവതരിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ സമുദായത്തിൻ്റെ നിലപാട് പ്രഖ്യാപിക്കുക എന്ന് തീരുമാനിച്ചത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ എക്കാലത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സമുദായത്തിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നണി നേതാക്കന്മാർക്കെല്ലാം നമ്മൾ നിവേദനങ്ങൾ സമർപ്പിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭരണ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ വിശ്വകർമ്മ സമുദായത്തിൻ്റെ പ്രാതിനിധ്യം പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടാകണം എന്നതാണ്. കേരളം രൂപം കൊണ്ടതിന് ശേഷം ഒരു മുന്നണിയും ആ കാര്യത്തിൽ ഒരു പരിഗണന ഈ സമുദായത്തിന് വേണ്ടി നൽകിയിട്ടില്ല. കേരളത്തിലെ ഹിന്ദു മതവിശ്വാസികളിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന സമുദായമാണ് വിശ്വകർമ്മ സമുദായം. ജനസംഖ്യയുടെ ഏകദേശം 12% വരുന്ന ഈ സമുദായത്തെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. പാർലമെൻ്റായാലും നിയമനിർമ്മാണ സഭകളായാലും കോടതിയായാലും എന്തിനേറെ പറയുന്നു, പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ മുഖ്യമായ പങ്ക് വഹിക്കുന്ന ഒരു ജനവിഭാഗമാണ് വിശ്വകർമ്മജർ. അവരെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തി ആ നിർത്തുന്ന നടപടി തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രകടന പത്രിക സമുദായം ഇറക്കണം എന്ന് തീരുമാനിച്ചത്. 11 ആവശ്യങ്ങളാണ് 3 മുന്നണികളുടെയും മുമ്പാകെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അത് NDA ആയാലും UDF ആയാലും LDF ആയാലും ഈ കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. തികച്ചും അവഗണിക്കപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് ജനങ്ങളുടെ മുമ്പാകെ, പത്രമാധ്യമങ്ങളുടെ മുമ്പാകെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമുദായത്തിനകത്തും ജനങ്ങളുടെ അടുത്തും ഈ അവഗണിക്കപ്പെട്ട സമുദായത്തെ സംബന്ധിച്ച് ചർച്ച നടക്കണം എന്ന് ഞങ്ങൾ ആലോചിച്ചത്. നമ്മൾ ഉന്നയിക്കുന്ന 11 ആവശ്യങ്ങൾ മുഴുവൻ ഞാൻ ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതെല്ലാം ഇതിനകം തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഉന്നയിക്കുന്ന 1-2 കാര്യങ്ങൾ എടുത്തു ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടുത്തെ സെൻസസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തിനകത്തും നടന്നിട്ടുണ്ട്. ജാതി സെൻസസിനെ അനുകൂലിക്കുന്നവരും അതിനെതിരെ പ്രതികൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നവരും നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിലെ ഏറ്റവും പിന്നോക്ക ജനവിഭാഗത്തിൽപ്പെടുന്ന ജനസംഖ്യയുടെ ഏതാണ്ട് 12% വരുന്ന വിശ്വകർമ്മജന് നൽകേണ്ട അവസര സമത്വം, അർഹമായ അവകാശങ്ങൾ നൽകുന്ന കാര്യത്തിൽ ഇന്ന് മുഖ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവഗണിക്കുന്ന സ്ഥിതി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സെൻസസ് നടക്കുമ്പോൾ ജാതി തിരിച്ചുള്ള സെൻസസ് നടത്തുകയും ജനസംഖ്യ ആനുപാതിക ക്രമമനുസരിച്ചുകൊണ്ടുള്ള അവകാശങ്ങൾ ഈ സമുദായത്തിന് ലഭിക്കണം. അപ്പോൾ തങ്ങൾ അധികാരത്തിൽ വന്നാൽ ജാതി സെൻസസ് നടപ്പാക്കുമെന്ന് ഉറപ്പ് നൽകുന്ന, അത് LDF ആകട്ടെ UDF ആവട്ടെ NDA ആകട്ടെ, ഈ മുന്നണികൾ ഉറപ്പ് നൽകുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരാവശ്യം. മറ്റു ചില കാര്യങ്ങൾ അറിയാം. സമുദായത്തിലെ വിശ്വകർമ്മ സമുദായത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ സമുദായത്തിലെ ഏതാണ്ട് 96% പേരും പാരമ്പര്യ തൊഴിലെടുത്ത് ഉപജീവന മാർഗം തേടുന്നവരാണ്. അത് തങ്ങളുടെ കരവിരുത് ഉപയോഗിച്ചുകൊണ്ട് ലോക അത്ഭുതങ്ങളിൽ തന്നെ പല സൃഷ്ടികളും ജനങ്ങൾക്ക് മുമ്പാകെ കാണാൻ കഴിയുന്ന സൃഷ്ടികർമാക്കളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത്തരം പാരമ്പര്യ തൊഴിലുകളെല്ലാം കഴിഞ്ഞകാല ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ നിലനിർത്താൻ കഴിയാതെ പോയൊരു സ്ഥിതിയുണ്ട്. പല പാരമ്പര്യ തൊഴിലുകളും തകർന്നടിക്കുകയാണ്. പല കുടുംബങ്ങളും പട്ടിണിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പരമ്പരാഗത തൊഴിലുകളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അധികാരത്തിൽ വരുന്ന പാർട്ടികൾക്കുണ്ട് എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒരു പ്രോജക്റ്റാണ് പാരമ്പര്യ തൊഴിലുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി
നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പഞ്ചശില വ്യവസായ ഗ്രാമങ്ങൾ സ്ഥാപിച്ച് പരമ്പരാഗത തൊഴിലുകളെ സംരക്ഷിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. ഈ ആവശ്യം അംഗീകരിക്കുന്ന മുന്നണികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കും, ഇല്ലെങ്കിൽ കടുത്ത നിലപാടിലേക്ക് സമുദായം അതിൻ്റെ തീരുമാനമായിട്ട് മുന്നോട്ട് പോകും. വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സമുദായമാണ്. അത് പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെയുള്ള മേഖലകളിൽ അവനർഹമായ സംവരണവും സംവിധാനങ്ങളും നിലവിലില്ല. വെറും 2% വിദ്യാഭ്യാസ രംഗത്ത് വിശ്വകർമ്മജന് ഉള്ള സംവരണം എന്ന് പറയുന്നത്. എന്നാൽ ജനസംഖ്യ ആനുപാതിക ക്രമമനുസരിച്ച് വിദ്യാഭ്യാസ മേഖലയിലും മറ്റ് സംവരണം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഏതെല്ലാം മേഖലകളുണ്ടോ അവിടെയെല്ലാം വിശ്വകർമ്മ സമുദായത്തിന് 5% സംവരണം പ്രഖ്യാപിക്കുന്ന നിലപാടുകൾ മുന്നണികൾ സ്വീകരിക്കണമെന്ന് ആവശ്യം ഉന്നയിക്കുന്നതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യാലയങ്ങൾ ഈ സമുദായം ചെയ്യുന്നതെല്ലാം സാങ്കേതിക തൊഴിലുകളാണ്, വിദഗ്ധ തൊഴിലുകളാണ്. ആ തൊഴിലുകളെ വികസിപ്പിച്ചെടുക്കുക മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ITI, പോളിടെക്നിക്, എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങൾ ഇതിലെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു യൂണിവേഴ്സിറ്റി നമ്മുടെ സംസ്ഥാനത്ത് സ്ഥാപിക്കപ്പെടേണ്ടതുണ്ട്. ശ്രീമദ് ആദി ശങ്കരാചാര്യ ഇന്നോവേറ്റീവ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കണമെന്നൊരാവശ്യം ഇതിലൂടെ ഈ തെരഞ്ഞെടുപ്പ് മുഖത്ത് നിന്നുകൊണ്ട് കേരളത്തിലെ വിശ്വകർമ്മ സമുദായം ആവശ്യപ്പെടുകയാണ്. അത് അംഗീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അതുമാതിരി തന്നെ പരമ്പരാഗതമായി തൊഴിലെടുത്ത് വന്നിരുന്ന ജനസമൂഹത്തെ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടത്തിൽ ആവിഷ്കരിച്ചതാണ് വിശ്വകർമ്മ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത്. ഇന്ന് നിസ്സാര തുകയാണ് ആ ക്ഷേമ പെൻഷനായിട്ട് നൽകുന്നത്. 60 വയസ്സക്കാലം വരെ ഈ രംഗത്ത് തൊഴിലെടുത്ത് ജീവിച്ച മനുഷ്യൻ അവൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ അവൻ രാജ്യത്തിന് വേണ്ടി നൽകിയ അംഗീകാരം എന്ന നിലയ്ക്ക് നൽകി വന്നിരുന്ന ക്ഷേമ പെൻഷൻ നിസ്സാര തുകയിൽ നിന്ന് വർദ്ധിപ്പിച്ച് മിനിമം ഒരു 5000 രൂപ എങ്കിലും വിശ്വകർമ്മ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം നമ്മൾ ഇതിനോടൊപ്പം നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ ഏതാണ്ട് 11ഓളം ആവശ്യങ്ങൾ നമ്മൾ ഈ 3 മുന്നണികളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നു. ആ മുന്നണികൾ തീർച്ചയായും അനുകൂലമായ ഒരു സമീപനം സ്വീകരിക്കുന്നത് ആരാണ്, അവർക്ക് പൂർണ്ണ പിന്തുണ. ആരാണ് ഞങ്ങളെ സഹായിക്കുന്നത്, ഞങ്ങളെ സഹായിക്കുന്നവരെ പൂർണ്ണമായും സഹായിക്കുക, പിന്തുണയ്ക്കുക എന്ന നിലപാടാണ് അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ള കാര്യം. ആ കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുക. അതേപോലെ ഇതിൽ പറഞ്ഞിട്ടുള്ള മറ്റു ആവശ്യങ്ങൾ ഇവിടുത്തെ മുന്നണികൾ ഈ അവഗണിക്കപ്പെട്ട ഒരു സമുദായം എന്ന നിലയ്ക്ക് ആ സമുദായത്തെ പരിഗണിച്ചുകൊണ്ട് നൽകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സീറ്റ് പോലും 140 നിയമസഭാ സീറ്റുള്ള നമ്മുടെ സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു സീറ്റെങ്കിലും ഈ സമുദായത്തിൻ്റെ കാര്യങ്ങൾ നിയമസഭയ്ക്കകത്ത് പ്രതിപാദിക്കാൻ അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളിൽ ചൂണ്ടിക്കാണിക്കാൻ ഒരു മുന്നണി തയ്യാറായില്ല, ഒരു പ്രതിനിധിയെ ആ രംഗത്തേക്ക് കൊണ്ടുവരാൻ തയ്യാറായില്ല എന്നത് ദുഃഖകരമെന്ന് ഞങ്ങൾക്കുള്ള ധിക്കാരപരമായ ഒരു നടപടിയായിട്ടാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് അവസാനമായി ഞങ്ങൾ ഇതിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ്, ഇവിടെ രാഷ്ട്രപതിക്ക് 12 പേരെ പാർലമെന്റിലേക്ക് നിർദ്ദേശിക്കാനുള്ള അവകാശമുണ്ട്. ഇവിടുത്തെ നിയമസഭയിലേക്ക് വരുന്ന MLA-മാർക്ക് രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. ഈ അവകാശത്തിൽ വിശ്വകർമ്മ സമുദായത്തിന് പ്രാതിനിധ്യം ലഭിക്കത്തക്കമുള്ളൊരു തീരുമാനം അധികാരത്തിൽ വരുന്ന മുന്നണി എടുക്കേണ്ടതുണ്ട്. രാജ്യസഭയിലേക്ക് ഈ സമുദായത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രതിനിധിയെ തെരഞ്ഞെടുക്കുമെന്ന് ഉറപ്പു നൽകുന്ന മുന്നണി സംവിധാനത്തെ നിങ്ങൾ പൂർണ്ണമായും പിന്തുണയ്ക്കും എന്ന്. വിശ്വകർമ്മ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി 1968 കൊൽക്കത്തയിൽ രജിസ്റ്റർ ചെയ്ത് ഇന്ത്യയുടെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റുകളിലും പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് ഇന്ത്യ അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭ. വിശ്വകർമ്മ മഹാസഭയുടെ കേരള ഘടകത്തിൻ്റെ ഭാരവാഹികളാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. ഞാൻ രമേഷ് കുമാർ, ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്നത് ശ്രീ TN രാജൻ, സംസ്ഥാന പ്രസിഡന്റ്. അതുപോലെ തന്നെ രതീഷ് തേക്കട, സംസ്ഥാന ട്രഷറർ. ഉപാധ്യക്ഷൻ ശ്രീ K സുന്ദരേശൻ, ഉപാധ്യക്ഷ ശ്രീമതി ഷീജ രാജേഷ്, സംസ്ഥാന സമിതി. ഇന്നത്തെ ഞങ്ങളുടെ ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ അറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അതിൽ സഭയുടെ നിലപാട് എന്താണെന്ന് നിങ്ങളിൽ കൂടി എത്തിക്കേണ്ടവരുടെ ബന്ധപ്പെട്ടവരെ എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് സമ്മേളനം വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ആ വിവരങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും അറിയാവുന്ന പോലെ